വാർത്തകൾ വിശദമായി നോക്കാം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. കൊല്ലത്ത് സ്കൂളിൽ വെച്ച് ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ചു. തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുനാണ് മരിച്ചത്. സ്കൂൾ കെട്ടിടത്തിന് മുകളിൽ വീണ ചെരുപ്പ് എടുക്കാൻ കയറിയ മിഥുന് സമീപത്തുകൂടെ കടന്നുപോകുന്ന വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേൽക്കുകയായിരുന്നു. അതിദാരുണമായ സംഭവമാണ്. ഇന്ന് രാവിലെയോടുകൂടിയാണ് അപകടം ഉണ്ടായിരിക്കുന്നത്. തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുനാണ് മരിച്ചത്. സ്കൂൾ കെട്ടിടത്തിന് മുകളിൽ വീണ ചെരുപ്പ് എടുക്കാൻ കയറിയ മിഥുന് സമീപത്തുകൂടെ കടന്നുപോകുന്ന വൈദ്യുത ലൈനിൽ നിന്ന് ഷോക്കേൽക്കുകയാണ്. സംഭവത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രി. വിദ്യാഭ്യാസ ഡയറക്ടർ അന്വേഷിക്കും. വൈദ്യുതി മന്ത്രിയും അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. ബാലാവകാശ കമ്മീഷൻ സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ട്. അതീവ ദുഃഖകരമെന്നാണ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞത്. സ്കൂളിനെതിരെയും മന്ത്രി രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് ഉന്നയിക്കുന്നത്. സ്കൂൾ അധികൃതർക്ക് എന്താണ് പണി, അപകട സാഹചര്യം അധികൃതർ കണ്ടില്ലേന്നടക്കമുള്ള കാര്യങ്ങളും വിദ്യാഭ്യാസ മന്ത്രി ചോദിക്കുന്നുണ്ട്. രൂക്ഷ വിമർശനവുമായി വിദ്യാഭ്യാസ മന്ത്രി അടക്കം പരസ്പരം പഴിചാരുന്ന ഒരു സാഹചര്യവും ഈ സംഭവത്തിൽ നിലനിൽക്കുന്നു. ഇപ്പോൾ പ്രദേശത്ത് വ്യാപകമായിട്ടുള്ള പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ്. KSEBിയും പരാതി നൽകിയിരുന്നെന്നാണ് സ്കൂൾ അധികൃതർ പറയുന്നത്. 2 ദിവസം മുൻപ് സ്കൂളുമായി ബന്ധപ്പെട്ട നടക്കമുള്ള കാര്യങ്ങൾ KSEBിയും വ്യക്തമാക്കുന്നുണ്ട്. വളരെ ദാരുണമായ ഒരു സംഭവമാണ് ഇന്ന് സംഭവിച്ചിരുന്നത്. കൊല്ലം ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു സ്കൂളാണ്. നിരവധി വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്കൂളിലാണ് ഇത്തരത്തിൽ അപകടം സംഭവിച്ചിരിക്കുന്നത്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോ ചെയ്യുന്നുണ്ട്. ആന്റണി, ഇപ്പോൾ പ്രദേശത്ത് വ്യാപകമായിട്ടുള്ള പ്രതിഷേധം ഉയരുകയാണ്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായിട്ടും വലിയ പ്രതിഷേധം അവിടെ ഉയരുകയാണ്. അതേസമയം പോലീസ് ഈ മിഥുന്റെ മരണത്തിൽ കേസെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അസ്വാഭാവിക മരണത്തിനാണ് ശാസ്താംകോട്ട പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ബാലാവകാശ കമ്മീഷനും സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ പ്രതിഷേധവും ശക്തമാണ്. നേരത്തെ BJP പ്രവർത്തകരുടെ നേതൃത്വത്തിൽ സ്കൂളിലേക്ക് പ്രതിഷേധം നടത്തിയിരുന്നു. അതിനു മുമ്പ് മറ്റു പാർട്ടികളും അവിടെ പ്രതിഷേധം നടത്തിയിരുന്നു. നാട്ടുകാരും സ്കൂളിന് മുന്നിലുണ്ട്. വിവിധ തലത്തിലുള്ള പ്രതിഷേധങ്ങൾ അവിടെ തുടരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ KSEBിക്കും അതുപോലെ തന്നെ സ്കൂൾ മാനേജ്മെൻറ്റിനുമെതിരെയുള്ള വീഴ്ച അത് ചൂണ്ടിക്കാട്ടിയാണ് പ്രധാനമായും ഈ പ്രതിഷേധം നടക്കുന്നത്. നേരത്തെ ഒക്കെ ഇത്തരത്തിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടും ഈ വൈദ്യുതി ലൈൻ അവിടെ നിന്ന് മാറ്റാനുള്ള നടപടി എടുക്കാത്ത അനാസ്ഥ, സ്കൂൾ അധികൃതരുടെ അനാസ്ഥ, അതിന് ഈ KSEB അല്ലെങ്കിൽ KSEB അതിന് തയ്യാറാകാതിരുന്നത് അടക്കമുള്ള വിമർശനങ്ങൾ ചൂണ്ടിക്കാട്ടിയുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ നടക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെ ഇപ്പോൾ കൊല്ലത്ത് നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇക്കാര്യത്തിൽ അനാസ്ഥയിൽ പരസ്പരം പഴിചാരുകയാണ് ഇപ്പോൾ സ്കൂളും KSEBിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് KSEB പറയുന്നു തങ്ങൾ 2 ദിവസം മുൻപ് സ്കൂളിനെ അറിയിച്ചിരുന്നു, ഇക്കാര്യം അപകടാവസ്ഥ ഉണ്ടെന്നുള്ള കാര്യം അറിയിച്ചിരുന്നു എന്ന് KSEB പറയുമ്പോൾ നേരത്തെ തങ്ങളും അറിയിച്ചിരുന്നു എന്ന് സ്കൂൾ അധികൃതരും പറയുകയാണ് ഇക്കാര്യത്തിൽ ചെയ്യുന്നത്. ഏതായാലും ഈ അനാസ്ഥയ്ക്ക് കൊടുക്കേണ്ടി വന്ന വില, ആരുടെ ഈ പറയുന്ന സാങ്കേതികമായ കാര്യങ്ങളൊക്കെയാണ് KSEB അടക്കം നമ്മളോട് നേരത്തെ കരുനാഗപ്പള്ളി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അടക്കം സംസാരിച്ചപ്പോൾ പറഞ്ഞത്. ഒരു PTA യോഗം ചേരണം, ആ യോഗം ചേർന്ന ശേഷം മാത്രമേ അത്തരത്തിൽ ഈ തീരുമാനമെടുക്കാനൊക്കെ കഴിയൂ എന്നാണ് സ്കൂൾ അധികൃതർ അറിയിച്ചതെന്നാണ് ഇക്കാര്യത്തിൽ KSEB പറയുന്നത്. ഏതായാലും അങ്ങനെ എന്ത് സാങ്കേതിക പ്രശ്നമുണ്ടെങ്കിലും സ്കൂൾ തുറന്നിട്ട് 1.5 മാസമാണ് പിന്നിടുന്നുള്ളൂ. അപ്പോൾ അത്രയും നാൾ ഇത്തരത്തിലൊരു അപകടം അവിടെ പതിയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് പരിഹരിക്കാനുള്ള നടപടി എന്തുകൊണ്ടുണ്ടായില്ല എന്നാണ് നാട്ടുകാരടക്കം ചോദിക്കുന്നത്. നാട്ടുകാരടക്കം ഇക്കാര്യത്തിൽ ഈ വൈദ്യുതി കമ്പി അവിടെ നിന്ന് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിരുന്നതാണ്. പക്ഷേ അത് സമയത്ത് നിന്ന് മാറ്റിയില്ല എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനമായും അവർ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആക്ഷേപം എന്ന് പറയുന്നത്. ഏതായാലും നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ വേണ്ടി കഴിയുന്നതാണ്. ഒരു വളരെ താഴ്ന്ന നിലയിലാണ്, ആ വിദ്യാർത്ഥിക്ക് എത്താൻ കഴിയുന്ന തലയിൽ തന്നെയാണ് ആ ലൈൻ കടന്നു പോകുന്നത്. അവിടേക്ക് കടന്നു വരാനുള്ളൊരു ഭാഗം കൂടിയുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല ആ കാണുന്ന ഷെഡ്, സൈക്കിൾ ഷെഡാണ് കാണുന്നത്. ആ സൈക്കിൾ ഷെഡിന് പഞ്ചായത്ത് അനുമതി നൽകിയിരുന്നില്ല. അനുമതിയില്ലാതെയാണ് ഇത്തരത്തിലൊരു ഷെഡ് അവിടെ കെട്ടിയതെന്നുള്ളതാണ് പഞ്ചായത്തും
പറയുന്നത്. അങ്ങനെ ഈ വൈദ്യുതി ലൈൻ കടന്നു പോകുന്ന സ്ഥലത്ത് എങ്ങനെ ഇത് കെട്ടി, അല്ലെങ്കിൽ അവിടേക്ക് വിദ്യാർത്ഥികൾക്ക് ആക്സസ് എങ്ങനെ കിട്ടി എന്നുള്ള ചോദ്യത്തിനൊക്കെ സ്കൂൾ അധികൃതരും ഉത്തരം പറയേണ്ടി വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഏതായാലും സ്കൂൾ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് ഇക്കാര്യമാണ്. അതായത് ഈ സ്കൂളുകളൊക്കെ തുറക്കുന്നതിന് മുൻപ് അവിടെ വിശദമായ പരിശോധന നടത്തും. ഒരു കാരണവശാലും സ്കൂളിന് മുകളിലൂടെ, സ്കൂൾ കോമ്പൗണ്ടിലൂടെ വൈദ്യുതി ലൈൻ കടന്നു പോകാൻ വേണ്ടി പാടില്ല. പിന്നെ എങ്ങനെ അവിടെ കടന്നു, പിന്നെ എങ്ങനെയാണ് ഇവർക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിച്ചത് എന്നുള്ള കാര്യമാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞത്. ഏതായാലും സ്കൂൾ അധികൃതരടക്കം ഇക്കാര്യത്തിൽ വീഴ്ചയുണ്ടായിട്ടുണ്ട്. ഏതായാലും അല്പസമയത്തിനകം തന്നെ 2:30 തന്നെ പ്രാഥമിക റിപ്പോർട്ട് വിദ്യാഭ്യാസ മന്ത്രിക്ക് സമർപ്പിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. റിപ്പോർട്ട് കിട്ടിയാൽ കർശന നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യം വിദ്യാഭ്യാസ മന്ത്രിയും വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനു പുറമെ വൈദ്യുതി വകുപ്പ് മന്ത്രിയും അന്വേഷണത്തിന് ഉത്തരവ് ഇക്കാര്യത്തിൽ ഇട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിൽ കൂടി അവിടെ അന്വേഷണം നടക്കുന്നു. ഒപ്പം പോലീസ് കൂടി കേസ് എടുത്തിരിക്കുന്നു. അസ്വാഭാവിക മരണത്തിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ശാസ്താംകോട്ട പോലീസ് കേസെടുത്തിരിക്കുന്നു. ഒപ്പം ബാലാവകാശ കമ്മീഷനും കേസെടുത്തിരിക്കുന്നു. അത്തരത്തിൽ അവിടെ നടപടികൾ തുടരുമ്പോൾ ഇപ്പോൾ വിവിധ, പ്രത്യേകിച്ച് BJP അടക്കമുള്ള പാർട്ടികളുടെ നേതൃത്വത്തിൽ അവിടേക്ക് പ്രതിഷേധവും തുടരുകയാണ്. മിഥുൻ്റെ മൃതദേഹം ഇപ്പോഴുള്ളത് ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിലാണ്. ഷോക്കേറ്റതിനു ശേഷം ഇതിനെ അവിടേക്കാണ് കൊണ്ടുപോയത്. അവിടെയാണ് ആ മൃതദേഹം ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത്. മറ്റ് നടപടികൾ അതിനുശേഷമായിരിക്കും സ്വീകരിക്കുക. തീർച്ചയായും ആന്റണി, ഒരു കുട്ടിയുടെ ജീവൻ നഷ്ടമായിട്ടും പരസ്പരം പഴിചാരുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ സ്കൂളിൽ വ്യാപകമായിട്ടുള്ള പ്രതിഷേധമാണ് ഉണ്ടാകുന്നത്. വിദ്യാഭ്യാസ മന്ത്രി അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി അടക്കം രൂക്ഷ വിമർശനം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം കൂടെ ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും നേരത്തെ നമ്മൾ കണ്ടതാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണം. കേരളത്തിൻ്റെ മകനെയാണ് നഷ്ടപ്പെട്ടത് എന്നുള്ളതാണ് അദ്ദേഹം പ്രതികരിച്ചത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളതെന്ന് വിദ്യാഭ്യാസ മന്ത്രി തന്നെ പറയുന്നു. അധ്യാപകർക്ക് വീഴ്ചയുണ്ടായെന്ന് പറയുക കൂടി ചെയ്യുന്നുണ്ട് വിദ്യാഭ്യാസ മന്ത്രി. എന്താണ് പണി എന്നുള്ള കാര്യമാണ്. കാരണം ഫിറ്റ്നസ് അടക്കം നൽകുന്ന ഘട്ടത്തിൽ എന്താണ് ഇത്തരം ഒരു കാഴ്ച കണ്ടിട്ട് എന്തുകൊണ്ട് അതിന് നടപടി എടുത്തില്ല എന്നുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത്. ഏതായാലും റിപ്പോർട്ട് വരട്ടെ, റിപ്പോർട്ട് വന്ന ശേഷം നടപടിയെന്നും വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും നാട്ടുകാരുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള പ്രതിഷേധവും ഉയരുകയും ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഇപ്പോൾ സ്കൂളിൽ വ്യാപകമായിട്ടുള്ള പ്രതിഷേധമാണ്. KSEBക്കെതിരെയാണ് പ്രേമചന്ദ്രൻ MP അടക്കം കേരള വിഷൻ ന്യൂസിനോട് പ്രതികരിച്ചത്. അതുപോലെ തന്നെ നിരവധി വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്കൂളിലാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായിട്ടും കൊല്ലം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്കൂൾ കൂടിയാണ് കൊല്ലം തേവലക്കര ഹൈസ്കൂൾ എന്ന് പറയുന്നത്. നിരവധി വിദ്യാർത്ഥികളുടെ പഠിക്കുന്ന ഒരു സ്കൂളാണ്. അത്തരം ഒരു സ്കൂളിൽ ഈ ചെറിയ വിദ്യാർത്ഥികളടക്കമുണ്ട്. അവരവിടേക്ക് കയറാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ പറയുന്ന ഒരു കാര്യം. അപ്പോൾ അങ്ങനെ ആ ഒരു സാധ്യതയൊക്കെ നിലനിൽക്കുന്ന ഘട്ടത്തിൽ എന്തുകൊണ്ട് അതവിടെ ഒരു അടയ്ക്കാനോ അല്ലെങ്കിൽ ആ ലൈൻ അവിടെ നിന്ന് മാറ്റാനുള്ള ഒരു നടപടിയും ഉണ്ടായില്ല എന്നുള്ള ചോദ്യമാണ് ഇപ്പം പറയുന്നത്. ഏതായാലും രാവിലെ പഠിക്കാൻ വേണ്ടിയാണ് മിഥുൻ സ്കൂളിലേക്ക് പോകുന്നത്. കൂട്ടുകാർക്കൊപ്പം കളിക്കുമ്പോഴാണ് മിഥുൻ ഇത്തരത്തിൽ ഒരു ദാരുണമായ അന്ത്യം സംഭവിക്കുന്നത്. അത് മിഥുൻ്റെ കുറ്റം കൊണ്ടല്ല, അത് അവിടെ ഉണ്ടായിരുന്ന മിഥുന് വേണ്ടി അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു മരണക്കെണി എന്ന് തന്നെ അതിനെ വിശേഷിപ്പിക്കാൻ കഴിയും. ആ ലൈൻ അവിടെ നിന്ന് കൃത്യമായി മാറ്റാതെ കുട്ടികളടക്കം കടന്നു പോകാൻ സാധ്യതയുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു ലൈൻ അവിടെ വെച്ചത് ആണ് ഈ അപകടത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൊല്ലത്ത് സ്കൂളിൽ വെച്ച് ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ചു. തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുനാണ് മരിച്ചത്. സ്കൂൾ കെട്ടിടത്തിന് മുകളിൽ വീണ ചെരുപ്പെടുക്കാൻ കയറിയ മിഥുന് സമീപത്തുകൂടെ കടന്നുപോകുന്ന വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേൽക്കുകയായിരുന്നു. ആന്റണി, വ്യാപകമായിട്ടുള്ള പ്രതിഷേധമാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ പ്രതിഷേധക്കാർ പ്രധാനമായിട്ടും ഇപ്പോൾ ഉയർത്തുന്നത്? തീർച്ചയായിട്ടും ഈ സ്കൂളിനെതിരെയാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയരുന്നത്. നമ്മളിപ്പോൾ കണ്ടതാണ്. സ്കൂളിലേക്ക് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നടക്കുന്നത്. പ്രധാനമായും ഈ സ്കൂളിനെ പലതവണ ഈ കാര്യം ചൂണ്ടിക്കാട്ടിയിട്ടുള്ളതാണ്. ഈ ഇത്തരത്തിൽ ഈ ലൈൻ കമ്പിനെ സംബന്ധിച്ച് അത് അപകടകരമായ നിലയിലാണ് എന്നുള്ള കാര്യം നാട്ടുകാർ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളതാണെന്ന് അവർ പറയുന്നു. പക്ഷേ ഒരു തരത്തിലുള്ള നടപടി സ്കൂളിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ KSEBയുടെ ഭാഗത്തു നിന്നോ ഉണ്ടായില്ല എന്നാണ് നാട്ടുകാരടക്കം പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ആ വീഴ്ചയാണ് ഈ അപകടത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് നാട്ടുകാരടക്കം ചൂണ്ടിക്കാണിക്കുന്നത്.
ശരി ആന്റണി, തുടരുക. സ്കൂളിന്റെയും KSEBയുടെയും അനാസ്ഥയാണ് മിഥുന്റെ മരണത്തിന് കാരണമെന്നാണ് RSP നേതാവ് ഉല്ലാസ് കോവൂർ പറഞ്ഞത്. അധ്യയന വർഷം തുടങ്ങുന്നതിന് മുൻപ് തന്നെ വൈദ്യുത ലൈനിൽ ഉയർത്തിക്കെട്ടേണ്ടതായിരുന്നുവെന്നും ഉല്ലാസ് കോവൂർ കേരള വിഷൻ ന്യൂസിനോട് പ്രതികരിച്ചു. അത് ആ കൈവയറിൽ നിന്നാണ് ഈ കുഞ്ഞിന് ഷോക്കേറ്റത്. സത്യത്തിൽ ഇത് അധ്യയന വർഷത്തിന് മുമ്പ് തന്നെ ഈ കൈവയർ ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്നും വന്ന് ഉയർത്തി കെട്ടേണ്ടതായിരുന്നു. എന്നാൽ നമ്മൾ തുണിയൊക്കെ ഉണക്കാനിട്ടിരിക്കുന്ന അശ പോലെയുള്ള